ക്രോഷ്യ ചെയ്യാൻ പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് സ്റ്റിച്ചസ് പഠിക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നീഡിൽ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്ന് നൈഫ് ഹോൾഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഹോൾഡ് ചെയ്യാം, രണ്ട് പെൻ ഹോൾഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഹോൾഡ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നവരുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ബേസിക് സ്റ്റിച്ചസിൽ ഫസ്റ്റ് വൺ സ്ലിപ്പ് നോട്ട്. ഫസ്റ്റ് ലൂപ്പ് അല്ലെങ്കിൽ സ്ലിപ്പ് നോട്ട് ചെയ്യാനായിട്ട് ത്രെഡിൽ ഒരു സർക്കിൾ ഉണ്ടാക്കാം. അത് യാൺ ബോളിൻ്റെ സൈഡിലേക്ക് കവർ ചെയ്ത് വയ്ക്കാം. ആ സർക്കിളിൻ്റെ ഉള്ളിലൂടെ യാൺ വലിക്കുമ്പോൾ ഒരു നോട്ട് ഫോം ചെയ്യും. രണ്ടറ്റങ്ങൾ ഒരുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോട്ട് കറക്റ്റായിട്ട് കിട്ടും. ലോങ് എൻഡ് അഡ്ജസ്റ്റ് ചെയ്ത് ലൂപ്പ് കറക്റ്റാക്കി വെക്കാം. ഈവൻ സ്റ്റിച്ചസ് കിട്ടാൻ യാൺ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. യാൺ നമ്മുടെ ചെറുവിരലിലൂടെ ചുറ്റി ചൂണ്ടുവിരൽ കവർ ചെയ്ത് സ്ലിപ്പ് നോട്ടിൻ്റെ എൻഡ് മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് വെച്ച് ഹോൾഡ് ചെയ്യാം. ലൂപ്പിലൂടെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യാം. യാൺ ബോളിൻ്റെ സൈഡിലുള്ളത് ലോങ് ടെയിൽ എന്നും സ്ലിപ്പ് നോട്ടിന് ശേഷമുള്ളത് ഷോർട്ട് ടെയിൽ എന്നും വിളിക്കാം. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചസ് ആണ് എല്ലാ സ്റ്റിച്ചസിൻ്റെയും ബേസ്. അതിന് നമുക്ക് ഫൗണ്ടേഷൻ ചെയിൻ എന്ന് വിളിക്കാം. ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യാനായിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഇട്ടതിൻ്റെ ലൂപ്പിൽ നീഡിൽ കടത്താം. ഹുക്കിൽ യാൺ ചുറ്റുന്നതിന് യാൺ ഓവർ എന്നാണ് പറയുന്നത്. അത് ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഹുക്കിനെ ത്രെഡിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ചുറ്റി മുകളിലേക്ക് എടുത്ത് ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് വലിക്കാം. ഇപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയതായിട്ട് കാണാം. പുതിയ സ്റ്റിച്ചസ് കിട്ടാൻ ഇതുപോലെ യാൺ ഓവർ ചെയ്ത് ലൂപ്പിലൂടെ ത്രെഡ് വലിച്ചെടുക്കുന്നത് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട ചെയിൻ സ്റ്റിച്ചസ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യാനായിട്ട് ഹുക്കിലുള്ള ലൂപ്പ് കൗണ്ട് ചെയ്യില്ല. ഹുക്കിൽ നിന്ന് 1 2 3 എന്ന് ലെഫ്റ്റിലേക്കാണ് കൗണ്ടിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഹുക്കിൽ നിന്ന് സെക്കൻഡ് ചെയിൻ ബാക്കിലേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ്. സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഒരു ചെയിനിൽ മാത്രം പുള്ള് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് നീഡിലിൽ 2 ലൂപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ 2 ലൂപ്പിലൂടെ ഒരു യാൺ ഓവർ കൂടി ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് പുള്ള് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ ചെയിനിൽ റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തു, ഒരു ചെയിനിലൂടെ എടുത്തു, വീണ്ടും 2 ചെയിനിലൂടെ യാൺ ഓവർ ചെയ്തെടുത്തു. അങ്ങനെ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് സിംഗിൾ ക്രോഷ്യ. അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ടേണിങ് ചെയിൻ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇനി വർക്ക് ടേൺ ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. സെക്കൻഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് പുള്ള് ചെയ്തു, ഇനി 2 കൂടെ ഒരുമിച്ച് പുള്ള് ചെയ്തു. അത് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്തു, പുള്ള് ചെയ്തെടുത്തു. 2 ലൂപ്പിലൂടെയും യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്തെടുക്കാം. അങ്ങനെ അത് നമുക്ക് നെക്സ്റ്റ് റോ ഫിനിഷ് ചെയ്യാം. അടുത്ത റോ ചെയ്യാനായിട്ട് വീണ്ടും ഒരു ടേണിങ് ചെയിൻ ചെയ്തു, വീണ്ടും ആ സിംഗിൾ ക്രോഷ്യൻ്റെ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തു. നമുക്ക് എത്ര റോ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ എത്ര റോ ചെയ്തു എന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 5 റോ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റോ സിംഗിൾ ക്രോഷ്യ ചെയ്തതും 5 റോ സിംഗിൾ ക്രോഷ്യ ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്തിട്ട് നമുക്കത് ക്ലിയർ ആക്കി കൊടുക്കാം. വലിയ നീഡിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ത്രെഡ് നമ്മൾ നീഡിലിനുള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷ്യ ചെയ്ത് 5 റോസ് ചെയ്തല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ
ലൂപ്പിൻ ത്രെഡിനുള്ളിലൂടെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് എക്സ്ട്രാ വരുന്ന എൻഡ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ നമുക്ക് സെക്കൻഡ് സൈഡിലും റിപ്പീറ്റ് ചെയ്യാം. ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എൻഡ്സൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം എക്സ്ട്രാ ഒരു ത്രെഡ് എടുത്തിട്ട് നമുക്കതൊരു ബോ ആയിട്ട് ടൈ ചെയ്യാം. ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.